ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് പുറത്ത് പോയപ്പം കുറച്ച് കരിമീൻ കിട്ടി. അങ്ങനെ അത് വാങ്ങിച്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ്. നല്ലപോലെ അഴുക്കുള്ള മീനാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് നല്ല വരഞ്ഞ് ഫ്രൈ ചെയ്യാൻ വേണ്ടി രീതിയിലുള്ള നല്ലപോലെ വരഞ്ഞൊക്കെ എടുക്കുകയാണ്. മൊത്തത്തിൽ 4 കരിമീനായിരുന്നുള്ളത്. ആ 4 കരിമീൻ ഇച്ചിരി നല്ല വലിപ്പത്തിലുള്ള മീനായിരുന്നു. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മസാല സെറ്റ് ചെയ്യാം. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ നമ്മളിതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നത് നമുക്ക് ഫിഷ് മസാലയാണ്. ഫിഷ് മസാലയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കിട്ടും. അതും കൂടി നല്ല പോലെ പുരട്ടിയെടുക്കണം. പിന്നെ നമ്മൾ പുരട്ടുന്നത് വെളിച്ചെണ്ണയിലാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളം നമ്മൾ യൂസ് ചെയ്യത്തില്ല. വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ പുരട്ടിയെടുക്കണം. കൂടെ നമ്മൾ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട്. അപ്പം നാരങ്ങയും കൂടി ഇതിന് കൂടെ പിഴിഞ്ഞെടുക്കാവുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, നല്ല വ്യത്യാസം വരും. അങ്ങനെ നമ്മുടെ മസാല റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മുടെ കരിമീനിലോട്ട് ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. മസാലയെല്ലാം മീനിനകത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ ടൈം കൊണ്ട് നമുക്ക് അടുപ്പത്തേക്ക് ചീനിച്ചട്ടി വെച്ച്, നമ്മൾ വാഴയിൽ പൊള്ളിച്ച കരിമീനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വാഴയില ചീനിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് താളിക്കുന്നു. ഇതിനകത്തേക്ക് നമ്മൾ തണ്ടോടെ കറിവേപ്പില ഓരോന്നോരോന്നായിട്ട് ആ വാഴയിലെല്ലാം ഇങ്ങനെ നിരത്തി വെക്കും. അതിൻ്റെ പുറത്താണ് നമ്മൾ മസാല പുരട്ടിയ കരിമീൻ, അതിൻ്റെ പുറത്താണ് നമ്മൾ നിരത്തി ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ വാഴയിൽ പൊള്ളിച്ച കരിമീൻ ഒരു സൈഡ് സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം.
2 നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടത് ഒരുവിധം സെറ്റായി കഴിയാണ്ടേ എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക്. ഇനി ബാക്കി 2 കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ ഫ്രൈ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഈ വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ ഫ്രൈ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.